ഒന്ന് രണ്ട് അന്വേഷണങ്ങൾ കൂടി നിരവധി തിരക്കുകൾക്കിടയിലാണ് അങ്ങ് ഈ ഉദാരമായി തന്നെ ഈ സമയം അനുവദിച്ചത്. എങ്കിലും അതിനിടയിൽ മറ്റൊരു അന്വേഷണം, അഭിനയത്തിൻ്റെ രസതന്ത്രത്തെക്കുറിച്ചോ അതുണ്ടാകുന്ന ഭ്രമരങ്ങളെക്കുറിച്ചോ ഒന്നും ഈ ഉള്ളവന് അറിവില്ല. എങ്കിലും ഒരു നിരീക്ഷണം ശരിയാണോ എന്ന് ചോദിച്ച് അറിയാൻ ശ്രമിക്കുകയാണ്. അതായത് 5 അടി 8 ഇഞ്ചോളം ഉയരമാണ് അങ്ങയുടേതെന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട്. 2 ഇഞ്ചും കൂടെ കൂട്ടിക്കോളും, 5 അടി 10 ഇഞ്ച്. അപ്പോൾ തീർച്ചയായും ആ ഒരു ആകാരത്തിൽ അങ്ങയുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ പലപ്പോഴും ഹാസ്യാനുകരണ വേദിയിലൊക്കെ ഏറെ ആളുകൾ ചൂഷണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പറയാനൊരു കാര്യം, ഇപ്പോൾ വളരെ പ്രത്യേകതയാർന്ന റോളുകളിൽ അങ്ങ് അഭിനയിക്കുമ്പോൾ അങ്ങയുടെ ശരീരത്തിൻ്റേതായ പല പ്രത്യേകതകളും മികച്ച സാധ്യതകളായി അങ്ങ് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ചലനശേഷി ഭാഗികമായി നശിച്ച പ്രണയത്തിലെ നായകൻ ആ ചലനശേഷി നശിക്കാത്ത ഭാഗത്തിലെ പേശികളുടെ ചലനവിന്യാസങ്ങൾ കൊണ്ട് സംഭാഷണത്തിലെ പരിമിതികൾ പോലും നികത്തിയിട്ടുണ്ട്. ഈ ശരീരത്തിൻ്റെ ചലന സാധ്യതകൾ എത്രത്തോളം അങ്ങ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് വ്യത്യസ്ത റോളുകളിൽ. ഇതൊരു പക്ഷേ മാനറിസം എന്ന് പ്രിയദർശൻ പറഞ്ഞ അത് അദ്ദേഹം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യവും ഓർത്ത് നമുക്ക് വിശകലനം ചെയ്യാവുന്നതേ. തീർച്ചയായിട്ടും ഇപ്പോൾ വീണ്ടും ഞാൻ പറയുന്നത് ഈ മറ്റേ എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് എപ്പോഴും കാരിക്കേച്ചർ ഫോർമാറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകും, ഏത് ആക്ടറിനും ഒരു അതുണ്ടാവും. അത് കുറച്ച് പിൽക്കാലം കൊണ്ട് അത് മാറ്റിയെടുക്കാം. പിന്നെ ഈ പോസിബിലിറ്റി എന്ന് പറയുന്നത് അത്തരം റോളുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അത് പിന്നെ നമ്മൾ കാണാത്ത ഒരുപാട് മാനങ്ങൾ പ്രേക്ഷകർ കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ അങ്ങേയടുത്ത് നേരത്തെ പറഞ്ഞത്, ഇത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ചെയ്തു എന്ന് എനിക്ക് പോലും അറിയാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തിരുന്ന് ഒരുപാട് പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് കിരീടത്തിലെ ക്ലൈമാക്സിലെ ആ ഒരു അടിപൊളി അഭിനയം, ഇത് ഞാൻ പ്രത്യേകിച്ച് ബോധപൂർവം ഉപയോഗിക്കുന്ന പദമാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കൂടി. അടിപൊളി എന്നുള്ള പദം അല്ലെങ്കിൽ പ്രയോഗം ഈ അടുത്ത കാലത്താണല്ലോ ഏറെ പ്രചാരമായത്. അങ്ങയുടെ ഏതെങ്കിലും സിനിമയിലെ ഏതെങ്കിലും കഥാപാത്രം അടിപൊളി എന്ന് പ്രയോഗിച്ചിട്ടുണ്ടോ എന്ന് ഈ ഉള്ളവൻ അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിരൂപണം ചെയ്യുന്നു, അങ്ങയുടെ മിക്ക സിനിമകളിലും ഈ അടിപൊളി എന്നുള്ള പ്രയോഗം വരുന്നതിന് മുമ്പുള്ള നിരവധി സിനിമകളിലും അതിൻ്റെ പൂർത്തീകരണത്തോടു കൂടി ആളുകളിൽ തോന്നുന്ന ഒരു സാകല്യ ചിന്തയാണ് ഈ അടിപൊളി എന്നുള്ള രീതി. അതിൽ അടിച്ചു പൊളിക്കുക എന്നുള്ള പദവുമായി തന്നെ ബന്ധപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ബ്രാൻഡോയെക്കുറിച്ച് പറയുന്നത് പുരുഷൻ്റെ കരുത്തിൻ്റെയും ക്രൂരതയുടെയും പ്രതീകമാണ് എന്ന്. അതുപോലെ തന്നെ അങ്ങയെക്കുറിച്ചും ചിലർ നിരൂപിച്ചിട്ടുണ്ട്. അപ്പോൾ ഹിംസയുടേതായ ആ അടിച്ചു പൊളിക്കലിനിടയിലും സൃഷ്ടിയുടേതായ നന്മയുടേതായ ഒരു ഉണർത്തിയെടുക്കലിൻ്റെയും എല്ലാം കൂടി ചേരുന്ന ഒരു ആഘോഷഭാവം, അത് മോഹൻലാൽ സിനിമയുടെ ഒരു അടയാളമായി കരുതാമോ? ഞാനിതിനെന്താ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരാൾ പറയുകയും അല്ലെങ്കിൽ എഴുതുകയും ഒക്കെ ചെയ്തൊരു കാര്യത്തെ ഡിപിക്റ്റ് ചെയ്യാണ്. അത് എത്രത്തോളം നന്നായിട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഇൻ്റലിജൻസാണ്. അത് ആ ബുദ്ധിയിൽ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഞാൻ പറഞ്ഞില്ല, അതൊരു ഭയങ്കര മെത്തേഡാക്കി. ഇപ്പോൾ കിരീടം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഏറ്റവും പറയുന്ന ആ ലാസ്റ്റ് സീനിൽ ഞാൻ അറിയാതെ ഇങ്ങനെ ചൂ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചൂ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ പിൽക്കാലത്ത് എഴുതിക്കുന്ന ഈ ഒരു ഡീറെയിൽമെൻറ്റ്, ഒരു സൈക്കിക്കായിട്ട് മാറുന്ന സമയത്ത് ആദ്യം കാണിക്കുന്ന ഒരു ജസ്റ്ററാണ്. അതെങ്ങനെ ഞാൻ ചെയ്തെന്ന് എനിക്കറിയില്ല. അതാണ് പറയുക. അതുകൊണ്ടാണ് അത്തരം സിനിമകൾ ഏറ്റവും ഭയങ്കര നന്നായിട്ട് നമുക്ക് തോന്നുന്നത്. സാധാരണ ഒരാളുടെ മാനസിക നില തെറ്റുമ്പോൾ ആദ്യം ചെയ്യുന്ന ഈ ജോബ് ഓണുകൾ ഇളക്കുക എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും കാണാം ആൾക്കാരിങ്ങനെ ഈ കുറച്ച് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ചവയ്ക്കുന്നത്. അതെങ്ങനെ സംഭവിച്ചു, അല്ലെ ഈ കൈ മാത്രം വെച്ച് എങ്ങനെ അഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് മറുപടിയില്ല. അപ്പോൾ അത് അങ്ങ് ഉപയോഗിച്ച വാക്കുകളൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ വാക്കുകളാണ്. അത്തരത്തിലൊന്നും പിന്നെ വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളോ ഒന്നുമല്ല. എങ്കിൽ തന്നെ പറയാണ്, വളരെയധികം നന്ദി അത്തരം ഒബ്സർവേഷന്. ഒരുപാട് പേരുടെ ഒബ്സർവേഷൻ അങ്ങ് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമല്ല എന്നോട് സംസാരിക്കുന്നത്. എന്തായാലും അതൊരു വീണ്ടും ഞാൻ പറയുന്നു, അതൊരു ഗുരുത്തമായിട്ടും ഭാഗ്യമായിട്ടും ഞാൻ കരുതുന്നു.
അതോടൊപ്പം തന്നെ കിരീടത്തിലെ അഭിനയം കണ്ട് കുമാർ സാനി അദ്ദേഹം 7 വർഷം മുമ്പ് ഒരു അഭിമുഖ സംഭാഷണത്തിൽ ഞാൻ ചോദിച്ചു, ഇനി എന്താണ് മനസ്സിൽ അവശേഷിക്കുന്ന ആഗ്രഹം? അന്ന് അദ്ദേഹം പറഞ്ഞു, ശ്രീ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം എടുക്കണമെന്ന്. അതെ, 3 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വീണ്ടും അഭിമുഖ സംഭാഷണം ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്നു, ശ്രീ മോഹൻലാലിനെ നായകനാക്കി സർപ്പം എടുക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞു, കണ്ണിലെ കാരുണ്യം ഏറ്റവും അധികം അഭിനയ പൂർണ്ണതയുടെ ഒരു സങ്കേതമായി ഉപയോഗിക്കുന്നത് ശ്രീ മോഹൻലാൽ എന്നാണ്. ഇങ്ങനെ പറയുമ്പോൾ കർണഭാരത്തിലെ അഭിനയം തൊട്ട് സിനിമയിൽ നിന്ന് ഇതരമായ മണ്ഡലങ്ങളിൽ അങ്ങ് നടത്തുന്ന പ്രകാശമാനമായ പ്രതിസ്ഫുരണങ്ങൾ എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു കാരുണ്യം അങ്ങ് കണ്ണുകളിൽ കൊണ്ടു നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ശ്രീ ONV കുറുപ്പ് സാറിനോട് ആദ്യം ചോദിച്ച ഒരു ചോദ്യം ഞാൻ അങ്ങയോട് സംഭാഷണത്തിൻ്റെ അവസാനം ചോദിക്കട്ടെ. അങ്ങയുടെ നിരീക്ഷണത്തിൽ അങ്ങ് ആരാണ്? വൈ യു ആർ ഇൻ ദിസ് പ്ലാനറ്റ് എന്നാണോ ചോദിക്കുന്നത്? അതാ ഞാൻ ആരാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊരു വലിയ, ഞാൻ ആ സിനിമയിൽ പറയുന്നത് അത് അങ്ങനെ ഞാൻ ആരാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ എവിടെ പോയിരുന്നേനെ എന്നാണ്. അതിനൊന്നും ഒരു ഇത്തരം കാര്യങ്ങൾ ഞാൻ പറയട്ടെ, ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുമ്പോഴാണല്ലോ കുഴപ്പങ്ങളിലേക്ക് പോയിപ്പെടുന്നത്. ഞാൻ ആരാണെന്ന് ഞാൻ അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരാളായിട്ട് മാറും. ഞാൻ ഒരു എന്താ പറയുന്നത്, ഒരു ഐ എം എ ഹ്യൂമൻ ബീയിങ്ങും അല്ല, ഹ്യൂമൻ ബീയിങ് എന്നുള്ള വാക്കല്ല. ഞാൻ ഈ പ്ലാനറ്റിൽ എല്ലാവിധ സുഖ ദുഃഖങ്ങൾ എനിക്കില്ല. സുഖ ദുഃഖങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ ഒരാളായിട്ട്. നമ്മൾ ദുഃഖങ്ങൾ നമ്മളാണല്ലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വന്ന ഒരാൾ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ഒരു ഇതിൽ വന്നു അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എനിക്ക് പറയാം. ONV സാർ എന്താണ് മറുപടി പറഞ്ഞത്? അദ്ദേഹം ഞാൻ ഇപ്പോഴും അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഞാൻ അന്വേഷിക്കുന്ന പോലുമില്ല. ശരി, അങ്ങനെ അന്വേഷിച്ച് കുഴപ്പം ഞാൻ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ അപ്പോൾ അത് ശ്രമിക്കും തോറും അത് ആവശ്യമില്ലായ്മയിലേക്ക് പോകും. അപ്പോൾ അത് നേരത്തെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ തുടങ്ങും അല്ലേ. ഇപ്പം നിങ്ങൾ എന്ന് മരിക്കുമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാമെങ്കിൽ എന്തൊക്കെ തോന്നിവാസങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ആർക്കും ഉത്തരം പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഏറെ പാട്ടുകൾ സിനിമയിൽ 25ഓളം ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്, ഏതാണ്ട് 50ഓളം ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നും തോന്നുന്നു. അപ്പോൾ നടൻ എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി കുറേ കൂടി ചില മേഖലകളിലേക്ക് സിനിമയിൽ തന്നെ മോഹൻലാൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ്, ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക സ്റ്റുഡിയോസ് ഉണ്ട്. അതിന് ഈ സിനിമയുടെ പോസ്റ്റ് ഷൂട്ടിംഗ് വർക്കുകളായിട്ടുണ്ട്. അത്രത്തെ അതങ്ങനെയുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് എനിക്ക് അത്രയും കാര്യങ്ങൾ വളരെയധികം അറിവുള്ളത് കൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ അതുമായിട്ട് നമുക്ക് സഹകരിക്കാൻ ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ഉണ്ട്. പിന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങളൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. സിനിമയിൽ ഇനി എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമുക്ക് തീരുമാനമില്ല. എല്ലാ ദിവസവും സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി അതിനെക്കുറിച്ച് ഇപ്പം പലപ്പോഴും ചോദിച്ചാൽ നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യുമോ? അങ്ങനെയൊക്കെ സംവിധാനം ചെയ്യാവുന്ന എളുപ്പമുള്ള കാര്യമല്ല. ഒരു ആക്ടർ ആയതുകൊണ്ട് പോയി സംവിധാനം ചെയ്യാൻ പറ്റില്ല. ഏറ്റവും ഇപ്പോൾ ഒരു ഡോക്ടറെ പോലെയാണ്, ഏറ്റവും മെഡിസിനെ കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളാവുള്ളൂ. പണ്ട് സിനിമകൾ അങ്ങനെയൊന്നുമല്ലല്ലോ, ഒരു ഗ്രാമർ ഇങ്ങനെ ചെയ്യാൻ പറ്റും. മറ്റേതിൻ്റെ ഒരു ഏറ്റവും വലിയ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഗാഡ്ജറ്റ്സിൻ്റെയൊക്കെ സിനിമ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റുന്നത്. അത്രയും ഒരു മാജിക്കിലേക്കാണ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഈ സംഭാഷണത്തിലെയും അവസാന വാക്ക് അങ്ങയുടേതാണ് പ്രേക്ഷകരോട്. വളരെയധികം സന്തോഷം. ഇത്തരത്തിലൊരു എന്താ പറയേണ്ട ഒരു സംഭാഷണത്തിന് ഒരു അവസരം തന്നതിൽ ആദ്യമായിട്ട് അങ്ങയോടും അങ്ങയുടെ പ്രസ്ഥാനത്തോടും നന്ദി. ഈ പുതുവത്സരത്തിൽ ഇതെല്ലാം കേട്ടിരുന്ന നിങ്ങളോട് നന്ദി. എല്ലാ വത്സരങ്ങളല്ല, എല്ലാ ദിവസങ്ങളും നല്ലതായി മാറട്ടെ. വീണ്ടും നമുക്ക് കാണാം. വീണ്ടും അങ്ങയുടെ മനോഹരമായ മലയാളം കേൾക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ.
അതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് ചോദിക്കുന്നതിന് മറുപടി പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.